വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞവരുടെ കൺമുന്നിലൂടെ നെഞ്ചും വിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുക മാത്രമല്ല പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാഹുലിനെ അണികൾ ആവേശകരമായി വരവേറ്റു. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള KSRTC AC സീറ്റർ ബസ് സർവീസ് ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം ഇന്നലെ എത്തിയത്. അതേസമയം സർക്കാർ പരിപാടികളിൽ പങ്കെടുത്താൽ MLA തടയുമെന്ന് DYFIയും BJPയും ഭീഷണി മുഴക്കിയിരുന്നുവെങ്കിലും രാഹുൽ വരികയും ചെയ്തു, പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രി 8:50 സ്റ്റാൻഡിലെത്തിയ MLA ഉദ്ഘാടനം കഴിഞ്ഞ് യാത്രക്കാരോടും പൊതുജനങ്ങളോടും സംസാരിച്ച ശേഷം 9:20 മടങ്ങിയത്. ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ബംഗളൂരുവിലേക്ക് AC ബസ് വേണമെന്ന പാലക്കാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഈ ആവശ്യം ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും അന്തർ സംസ്ഥാനങ്ങളിലേക്ക് പുതിയ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. അതേസമയം ബസ് സർവീസ് ഉദ്ഘാടനത്തെക്കുറിച്ച് CITU BMS ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു. CITU യൂണിയനിലെ പല ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. എന്നാൽ പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പ്രതികരിച്ചത്. അതിനിടെ രാഹുൽ ഉദ്ഘാടനം ചെയ്തതിന്റെ നാണക്കേട് തീർക്കാൻ പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ DYFI നേതാക്കൾ ഉപരോധിച്ചു. DTO ജോഷി ജോണിനെ ചോദ്യം ചെയ്ത DYFI നേതാക്കൾ സ്വന്തം താൽപര്യപ്രകാരം പാലക്കാട് ജോലി ചെയ്ത് മുന്നോട്ടു പോകാനാകില്ലെന്നും ഭീഷണി മുഴക്കി. DTOയുടെ സീറ്റിലിരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ സീറ്റിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഭീഷണി. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, R ജയദേവ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഉപരോധിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നെന്ന് കരുതിയ ഇടതിനെയും BJPയെയും ഇന്നലത്തെ ഉദ്ഘാടനം വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ആദ്യമായാണ് AC സീറ്റർ ബസ് അനുവദിക്കുന്നത്. പുഷ് ബാക്ക് സംവിധാനമുള്ള 50 സീറ്റുകളാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ബസ്സിലുള്ളത്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് രാത്രി 9 മണിക്കും ബംഗളൂരുവിൽ നിന്ന് 9:15 ബസ് പുറപ്പെടും. പാലക്കാട് നിന്ന് ബംഗളൂരുവിലേക്ക് ഞായറാഴ്ചകളിൽ 1171 രൂപയും മറ്റ് സാധാരണ ദിവസങ്ങളിൽ 900 രൂപയുമാണ് നിരക്ക്.